ഹലോ ഫ്രണ്ട്സ്, ഇലക്കറികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താള് തോരൻ അതുണ്ടാക്കാൻ വേണ്ടി താളന്വേഷിച്ച് പോവുകയാണേ. നമ്മൾ താള ഏതാണ് നല്ലതെന്ന് നോക്കുവാണ്. എല്ലാം നല്ലത് തന്നെയാണ്, എങ്കിലും എനിക്കിഷ്ടപ്പെട്ട ഒരെണ്ണം എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നടന്ന് നമ്മളിതാ ഒരു താള് മുറിക്കുവാണേ. ഇനി അതിൻ്റെ ആ ഇല ഭാഗം കൂടെ മുറിച്ച് കളയും. ഇനി ഒരെണ്ണം കൂടെ വേണം. അതിനെ നോക്കി അവസാനം ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചെറിയ ഇലയുള്ള താളില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഒരെണ്ണം എടുത്തത്. അങ്ങനെ ഈ 2 താള് ഞാൻ എടുത്തു. ഇനി നമുക്ക് പിറക്കകത്തേക്ക് പോവാം. ഇനി നമുക്ക് ആദ്യം അതിൻ്റെ ആ പുറമേയുള്ള ഭാഗം, ആ കടുത്ത പച്ചയുള്ള ആ ഭാഗം, ആ തൊലി നമുക്ക് ചെത്തിക്കളയാം. അത് എളുപ്പമാണ്, ഭയങ്കര രസമാണ്. അതിങ്ങനെ ഒടിച്ചൊടിച്ച് അതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചാൽ മതി, അത് പോന്ന്. എന്നിട്ട് അതൊന്ന് മുറിച്ച് വെക്കാം. ഇങ്ങനെ വലുതായിട്ട് മുറിച്ചിടാം. ഇനി നമുക്ക് അതെല്ലാം ഒന്ന് കഴുകിയെടുക്കാം. ഇനി അരിയുന്ന പണിയാണ്. ഞാനതിങ്ങനെ നീളത്തിലാണ് അരിയുന്നത്. ചിലർ അല്ലാതെ ഇങ്ങനെ വട്ടത്തിലും അരിയുന്നത് കാണാം. എനിക്ക് എളുപ്പം ഇങ്ങനെയാണ്. അങ്ങനെ നമ്മൾ അത് മുഴുവൻ അരിഞ്ഞു വെച്ചു. ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ ചേർക്കാം. ഇതിൽ ഞാൻ വേറെ ജീരകമോ ഒന്നും ചേർക്കുന്നില്ല. പ്ലെയിനായിട്ട് ആ തേങ്ങാപ്പീര മാത്രമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് അതിന് എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, ഇതിൽ ഞാൻ 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊന്നിങ്ങനെ ചരിച്ച് മുറിച്ചിട്ടു. പിന്നെ സവോള കൂടെ അരിഞ്ഞിട്ടു. ഒരു സവോളയാണ് ഞാനിവിടെ എടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കി വയ്ക്കാം. ഉപ്പിപ്പോൾ ചേർക്കേണ്ടതില്ല, കാരണം ഈ ഇലവർഗ്ഗങ്ങളൊക്കെ നമ്മൾ ഉപ്പ് ചേർക്കുന്നത് കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ ഇത് നമ്മൾ ഈ ഒരു അളവിൽ ഉപ്പ് ചേർത്താൽ കൂടിപ്പോകും. ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കടുകിട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മളതിലേക്ക് ഉണക്കമുളക് ചേർത്തു. അതിനുശേഷം നമ്മളിപ്പോൾ എടുത്തു വച്ചിരുന്ന ആ ഒരു ചേമ്പ്, പച്ചമുളക്, സവോള, മഞ്ഞൾപ്പൊടി, തേങ്ങ ഇതെല്ലാം കൂടി ചേർന്ന ആ ഒരു മിക്സർ കൂടെ ഇതിലേക്ക് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി അടച്ചു വെച്ചു. 1-2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ അതൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അത്രയും ആ ക്വാണ്ടിറ്റി കാണുന്നില്ല. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് വേവാൻ വയ്ക്കുക. വീണ്ടും നമ്മൾ ശകലം നേരം കഴിയുമ്പോഴേക്കും ഒന്ന് തുറന്ന് നോക്കുക. അപ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ട് നന്നായിട്ട്. പക്ഷെ ഒന്ന് നോക്കിയാൽ നമ്മൾ ഒരു തരി പോലും വെള്ളം ഒഴിച്ചില്ലെങ്കിലും അതിൽ നിന്നുള്ള ആ വെള്ളം ശകലം ഊർന്ന് അതിൽ കിടപ്പുണ്ട്. അതുകൂടി നന്നായിട്ടൊന്ന് വറ്റി തോർന്ന് കിട്ടാൻ വേണ്ടി ഒന്നിങ്ങനെ തുറന്ന് വയ്ക്കുക. കുറച്ച് നേരം നമ്മളിങ്ങനെ ഒന്ന് നിരത്തിയിട്ട് അതൊന്ന് തുറന്ന് വയ്ക്കുക. അപ്പോൾ നന്നായിട്ട് തോർന്ന് നല്ലൊരു തോരൻ റെഡിയാവും. അത്രയേ ഉള്ളൂ, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള താള് തോരൻ റെഡി.